നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ. അപ്പൊ നമ്മുടെ ചാനലില് ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന കാര്യവും ഇത് തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ. അപ്പൊ നമുക്ക് ഡിഗ്രി ലെവൽ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കാം. ഡിഗ്രി ലെവല് 2021 മുതലാണ് PSC പാറ്റേൺ മാറ്റി ചോദിച്ചു തുടങ്ങിയത്. അതായത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത് 2021 മുതലാണ്. ഇപ്പൊ 2021 മുതൽ 2025 വരെ PSC ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സും. അപ്പോൾ ഓരോ ചോദ്യവും വലുതായതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാക്ട്സ് പറയാൻ സാധിക്കില്ല എങ്കിലും പറ്റുന്ന പോലെ ഓരോ ക്വസ്റ്റ്യന്റെയും ഫാക്ട്സ് പറഞ്ഞു പോകാം. ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്ത് പോകണം, കാരണം ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണേ. അപ്ഡേറ്റ്സ് ഒക്കെ ടെലഗ്രാം ചാനലിലാണ് നൽകുന്നത്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിലുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾക്കെല്ലാം അഡ്മിഷൻ ഓപ്പൺ ആണ്. CPO, WCPO, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് ഉടനെ തന്നെ തുടങ്ങാനിരിക്കുന്നു. അടുത്ത ആഴ്ച തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് തുടങ്ങുന്നതായിരിക്കും. ജനറൽ PSC ബാച്ച്, കമ്പനി LGS, VFA, BEFCO LD, 10th പ്രിലിംസ് 2025 എല്ലാത്തിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം 2021 മുതലുള്ള ചോദ്യ പേപ്പേഴ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക, ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതില് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, ശരിയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി, ശരിയാണ്. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി, തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ മാസം 5 ആണ്. 1812 ഡിസംബർ മാസം 5. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്? റാണി ഗൗരി പാർവതിഭായ്. വിദ്യ നൽകുക എന്നത് ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. റാണി ഗൗരി പാർവതിഭായി. അപ്പൊ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതിഭായി. സ്ഥിരം ചോദ്യമാണ്. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തത്. ഇനി 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി. വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. സകല കലകളുടെയും സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണെന്ന് ഓർക്കുക. 1836 രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് തിരുവനന്തപുരത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ മാറിയത്. അപ്പൊ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. 1836 ഇത് എന്തായിട്ട് മാറി? രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് മാറി. ഇപ്പൊ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആര്? ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് ആരാണ്? അനിഴം തിരുനാൾ, മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇപ്പൊ ശുചീന്ദ്രവുമായി ബന്ധപ്പെട്ട 3 ഫാക്ട്. ശുചീന്ദ്രം കൈമുക്ക് എന്ന ശിക്ഷാരീതി നിർത്തലാക്കിയത് സ്വാതി തിരുനാളും, ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും, ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയുമാണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ഇവിടെ ശരിയായി ചേരുന്നത് KP വള്ളോൻ
പുലയ മഹാസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. CP അച്യുതമേനോൻ വിദ്യാവിനോദിനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മൂന്നുമാണ് ശരി. ഈ KP വള്ളോന്റെ മാസികകൾ ഏതൊക്കെയാ? അധകൃതൻ, ഹരിജൻ. അധകൃതൻ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അധകൃതൻ എന്ന മാസിക ആരുടേതാണ്? KP വള്ളോൻ. കൊച്ചിയിലെ അയ്യങ്കാളി എന്നറിയപ്പെടുന്നത് KP വള്ളോനാണ്. KP വള്ളോൻ. ഇദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അധസ്ഥിതരുടെ സാമൂഹിക മുന്നേറ്റം സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? KP വള്ളോനാണ്. KP വള്ളോൻ. ധന്വന്തരി എന്ന മാഗസീന്റെ എഡിറ്റർ ആരാണ്? അഭിനവ ധന്വന്തരിയാണ്. അഭിനവ ധന്വന്തരി. TK മാധവൻ അല്ല. അപ്പൊ അത് തെറ്റാണേ. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? 4 മാത്രമാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്. ഉൽഗുലാൻ മൂവ്മെന്റ്, സാഫാഹാർ മൂവ്മെന്റ്, കാച്ചാനാഗ റിബല്ലിയൻ. ഇതെല്ലാം ഗോത്രവർഗങ്ങളുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ്സ് ആണ്. ഗോത്രവർഗങ്ങളുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ്സ് ആണ്. ഉൽഗുലാൻ മൂവ്മെന്റ്, ഉൽഗുലാൻ പ്രതിമയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബിർസ മുണ്ടയാണ്. ഉൽഗുലാൻ പ്രതിമയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് ചോദിച്ചാൽ ബിർസ മുണ്ട. സാഫാഹാർ മൂവ്മെന്റ്, സാന്താൾ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുമായി ബന്ധമുള്ള മൂവ്മെന്റ് ആണ് സാഫാഹാർ മൂവ്മെന്റ്. അപ്പൊ സാഫാഹാർ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആദിവാസി വിഭാഗം ഏതാണ്? സാന്താൾ. സാന്താൾ 1868 ആരംഭിച്ച മൂവ്മെന്റ് ആണ് സാഫാഹാർ മൂവ്മെന്റ്. കാച്ചാനാഗ റിബല്ലിയൻ ഏത് സംസ്ഥാനത്താണ് നടന്നത്? അസമിലാണ്. അസമിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന റിവോൾട്ട് ആണ് കാച്ചാനാഗ മൂവ്മെന്റ്. ഗദ്ദാർ പാർട്ടി, ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ. സ്ഥാപകൻ ആരാണ്? ലാല ഹർദയാൽ ആണ്. ലാല ഹർദയാൽ. അടുത്ത ചോദ്യം, ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് ഒന്ന് മാത്രമാണ്. ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് എന്നാണ് തന്നിരിക്കുന്നത്. ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ സമര പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ആരംഭിച്ച വർഷം ഏതാണ്? 1973. 1973. ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി അല്ലെങ്കിൽ എന്റെ ലീഡർ ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. സുന്ദർലാൽ ബഹുഗുണ. ഈ ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചു. വർഷം ഏതാ? 1987 ആണ്. 1987. അപ്പൊ ഒന്ന് മാത്രമാണ് ഇതുമായി ബന്ധമില്ലാത്തത്. ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ശരിയാണ്. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഗൗരാദേവി. അതും ശരിയാണ്. അപ്പോ എല്ലാരും കേൾക്കുന്ന പേരാണ് സുന്ദർലാൽ ബഹുഗുണ. PSC അത് കൊടുക്കാതെ ഗൗരാദേവിയുടെ പേരാണ് കൊടുത്തത്. ഈ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്ന ജില്ല ചമോലി ജില്ലയാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക്? കരോരി എന്ന വാക്കാണ്. ജാഗിർ, പാരതി, ഇനാം എന്നിവ സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളായിരുന്നേ. എന്താണ് ഈ ജാഗിർദാരി സമ്പ്രദായം? സുൽത്താനേറ്റ് കാലത്ത് എന്ന സമ്പ്രദായത്തിന് സമാനമായി മുഗൾ കാലഘട്ടത്തിൽ നടപ്പാക്കിയ സമ്പ്രദായമാണ് ജാഗിർദാരി സമ്പ്രദായം. ജാഗിർദാരി സമ്പ്രദായം. ഈ മുഗൾ ഭരണകാലത്തെ കേന്ദ്ര ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും ഇത് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വക്കീൽ എന്നാൽ പ്രധാനമന്ത്രിയാണ്. മുഗൾ ഭരണകാലത്ത് വക്കീൽ എന്നാൽ ചുമതല എന്താണ്? പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. വസീർ എന്നാൽ ധനകാര്യ വകുപ്പ് മന്ത്രി. സദർ എന്നാൽ നീതിന്യായം. മിർബക്ഷി എന്നാൽ സൈനികമാണ്. ഇത് കേന്ദ്ര ഭരണത്തിന്റെ പ്രധാന ഉദ്യോഗസ്ഥരാണ്. വക്കീൽ പ്രധാനമന്ത്രി, വസീർ ധനകാര്യം, സദർ നീതിന്യായം, മിർബക്ഷി സൈനികം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ആദ്യത്തെ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത 4ാമത്തെ പ്രസ്താവന 10 days that shook the world ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 10 days that shook the world എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജോൺ റീഡ് ആണ് പുസ്തകം എഴുതിയത്. ജോൺ റീഡ്. ഓക്കെ. അടുത്ത ചോദ്യം,
താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത് മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. WTO എന്നത് UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. UNOയുടെ ഘടകങ്ങൾ ഏതൊക്കെയാ? പൊതുസഭ, രക്ഷാസമിതി, സാമൂഹിക സാമ്പത്തിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്, പിന്നെ പ്രവർത്തനരഹിതമായ ഘടകമായ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇവയാണ് UN-ന്റെ പ്രധാന ഘടകങ്ങൾ. അപ്പൊ ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. ശരി. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. ശരിയാണ്. ഇനി UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടാണ്. ശരിയാണ്. UNO എന്ന ആശയം ആദ്യം അവതരിപ്പിക്കുകയും ആ പേര് നിർദ്ദേശിക്കുകയും ചെയ്തതാരാ? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ ശരിയായിട്ടുള്ളത് ആദ്യത്തെ 3 പ്രസ്താവനകളാണ്. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, തിദേ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേർണൽ ആയിരുന്നു. ആദ്യത്തെ 3 പ്രസ്താവനയാണ് ശരി. ഇവിടെ 4ാമത്തെ പ്രസ്താവന പ്രൈഡ്സ് പേർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ഈ പ്രൈഡ്സ് പേർജ് എന്നത് ഇംഗ്ലണ്ടിൽ നടന്ന സംഭവമാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 2ാം ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായി 1648 ഇംഗ്ലണ്ടിൽ നടന്ന സംഭവമാണ് പ്രൈഡ്സ് പേർജ്. ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞതാരാ? ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേർണി. രാജ്യമെന്നാൽ ഒരു പ്രദേശമല്ല, അവിടുത്തെ ജനങ്ങളാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. സാധാരണക്കാർ സർക്കാരിന് കൊടുക്കേണ്ട ഭൂനികുതിയായിരുന്നു ടൈലെ അല്ലെങ്കിൽ ടെയ്ലി എന്ന നികുതി. ഇനി ടിദേ എന്ന നികുതി പിരിച്ചിരുന്നത് ഒന്നാമത്തെ എസ്റ്റേറ്റുകാരാണ്. ഈ ഒന്നാമത്തെ എസ്റ്റേറ്റുകാർ സാധാരണക്കാരിൽ നിന്നും പിരിച്ച നികുതിയാണ് തിദേ എന്ന നികുതി. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ശരിയായത് ഏതൊക്കെ? ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. ഈ ബില്ല് ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. AAY ഈ ബില്ലിന്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ചു നടത്തുന്നു. ഇത് 4ഉം ശരിയാണ്. ഇപ്പോൾ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013 സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ്. അപ്പൊ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഇത് 2013. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. 2013 സെപ്റ്റംബർ മാസം 13-ാം തീയതി രാജ്യത്തെ ദരിദ്രരായർക്ക് വേണ്ടി AAY അഥവാ അന്ത്യോദയ അന്ന യോജന എന്ന പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാ? 2000 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇതിൽ ശരിയായത് കണ്ടെത്തുക. ഇതില് തന്നിരിക്കുന്ന ആദ്യത്തെ പ്രസ്താവന ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. 2ാമത്തെ പ്രസ്താവന ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്ര പ്രതലത്തിലൂടെ ചരിക്കുന്നു എന്നത്. 2ഉം ശരിയാണ്. ഈ 2ാമത്തെ പ്രസ്താവന ആദ്യത്തെ പ്രസ്താവനയെ വിശദീകരിക്കുന്നുമുണ്ട്. അപ്പൊ ഇത് 2ഉം ശരിയാണ്. അപ്പൊ പശ്ചിമവാദങ്ങൾ എന്നത് എന്തിനുദാഹരണമാണ്? സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമവാദങ്ങൾ മെയിനായിട്ടും വീശുന്നത് ഏത് മേഖലയിലാണ്? മിതോഷ്ണ മേഖലയിലാണ് പശ്ചിമവാദങ്ങൾ വീശുന്നത് എന്നോർക്കുക. ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഇവ മെയിനായിട്ടും അലറുന്ന 40s, റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ പറഞ്ഞ അലറുന്ന 40s, ഭയാനകമായ 50s, നിലവിളിക്കുന്ന 60s എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? പാറ്റ്ലാൻഡ് എന്നത് ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യയുടെ സവിശേഷതയാണ്. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ പ്രധാന മലകൾ ഏതൊക്കെയാ? രാജ്മഹൽ കുന്നുകൾ, പരേഷ് നാഥ് കുന്നുകൾ, ടാഗോർ കുന്നുകൾ, നേതാർഘട്ട് കുന്നുകൾ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ പ്രധാന മലകൾ ഏതൊക്കെ? രാജ്മഹൽ, പരേഷ് നാഥ്, ടാഗോർ, പിന്നെ നേതാർഘട്ട് എന്നിവയാണ്.
ചോട്ട നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നഗരം ഏതാ? ജംഷഡ്പൂർ ആണ്, ജംഷഡ്പൂർ. അടുത്ത ചോദ്യം, ഈസോ ഹാലൈൻസ് എന്നാൽ ഒരേപോലുള്ള എന്തിനെ ബന്ധിപ്പിക്കുന്നു? ലവണാംശമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഒരേ അളവിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന വരകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഈസോ ഹൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈസോ ഹൈറ്റ്സ്. ഒരേ തീവ്രതയിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരകൾ ഈസോ ഹെൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈസോ ഹെൽസ്, ഈസോ ഹെൽസ്. ഇനി ഒരേ അളവിലുള്ള സീസ്മിക് ആക്ടിവിറ്റി, ഭൂകമ്പ തരംഗങ്ങളാണ്, ഒരേ അളവിലുള്ള സീസ്മിക് ആക്ടിവിറ്റിയെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകൾ ഈസോ സീസ്മൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈസോ അല്ലെങ്കിൽ ഐസോ എന്ന് തന്നേക്കാം. ഐസോ സീസ്മൽസ് എന്ന പേരിലാണ്, ഐസോ സീസ്മൽസ് എന്ന പേരിലാണ് ഒരേ അളവിലുള്ള സീസ്മിക് ആക്ടിവിറ്റിയെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകൾ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. എസ്കാർപ്മെന്റ്. ഈ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഏത്? സിംഹവാലൻ കുരങ്ങ്. പശ്ചിമഘട്ട പരിസ്ഥിതി വിജ്ഞാന വിദഗ്ധ സമിതി അറിയപ്പെടുന്ന പേര് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? ഓപ്പൺ സോഴ്സ് ആണ്, QGIS ആണ്. GIS എന്നാൽ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഭൂവിവര വ്യവസ്ഥ. ഭൂവിവര വ്യവസ്ഥ. അപ്പൊ ഭൂവിവര വ്യവസ്ഥ എന്നാൽ ഭൂപടങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ എത്തിക്കുന്നതിനും അവയെ വിശകലനം ചെയ്ത ഗ്രാഫും പട്ടികയും ഭൂപടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ് GIS അഥവാ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അടുത്ത ചോദ്യം, GDPയുടെ ഘടക ചെലവ്. GDP at MP മൈനസ് അറ്റ പരോക്ഷ നികുതിയാണ് GDPയുടെ ഘടക ചെലവ്. അപ്പൊ GDP എന്നാൽ എന്താണ്? രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഓക്കെ. അടുത്തത്, ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? സ്ഥലവും മൂലധനവുമാണ് ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത്. ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാ? ഭൂമി, മൂലധനം, തൊഴിൽ, സംഘാടനം. ഭൂമി, മൂലധനം, തൊഴിൽ, സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. ഇതിൽ തൊഴിലിന്റെ പ്രതിഫലമാണ് കൂലി, ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം, മൂലധനത്തിന്റെ പ്രതിഫലം പലിശ, സംഘാടനത്തിന്റെ പ്രതിഫലം എന്താണ്? ലാഭമാണ്, ലാഭം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിവരണം കുറയ്ക്കുന്നത് ഏതൊക്കെ? ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നതാണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് വേണ്ടി കടപ്പത്രങ്ങൾ ഇറക്കി ധനം സമാഹരിക്കുന്നത് RBI ആണെന്ന് ഓർക്കുക. ഗവൺമെന്റിന് വേണ്ടി കടപ്പത്രങ്ങൾ ഇറക്കി ധനം സമാഹരിക്കുന്നത് RBI ആണ്. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ കരുതൽ ധനാനുപാതം എന്ത് ചെയ്യും? ഉയർത്തും. പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ കരുതൽ ധനാനുപാതം കുറയ്ക്കും. ഇങ്ങനെയാണ് റിസർവ് ബാങ്ക് ഒരു രാജ്യത്ത് വില സ്ഥിരത ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ സമ്പദ് വ്യവസ്ഥയിൽ വില സ്ഥിരത ഉറപ്പാക്കുന്നത്. അടുത്ത ചോദ്യം, റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെ? ആദ്യത്തെ 3 പ്രസ്താവനകളാണ് ശരി. ഇത് എല്ലായ്പ്പോഴും ബാങ്കിന്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഇത് 3 ശരിയായിട്ടുള്ളത്. അപ്പൊ എന്താണ് റിപ്പോ റേറ്റ് എന്നാൽ? റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നാൽ എന്താണ്? റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കാണ് ഏത്? വിപരീത റിപ്പോ റേറ്റ് അഥവാ റിവേഴ്സ് റിപ്പോ റേറ്റ്. ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എപ്പോഴും റിപ്പോ റേറ്റിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. അതായത് വിപരീത റിപ്പോ റേറ്റ് എപ്പോഴും റിപ്പോ റേറ്റിനേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എപ്പോഴും വിപരീത റിപ്പോ റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി എന്നാൽ മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീത് പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. ഓക്കെ, ഈ ധനനയം നടപ്പിലാക്കുന്നത് എന്തിലൂടെയാണ്? ബജറ്റിലൂടെയാണ്. ധനനയം
നടപ്പിലാക്കുന്നത്. ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എപ്പോഴാണ് വരുന്നത്? കൂടുതൽ ചെലവും കുറഞ്ഞ വരുമാനവും വരുമ്പോഴാണ്. കൂടുതൽ ചെലവും കുറഞ്ഞ വരുമാനവുമാണ് എന്തിന് കാരണം? ധനക്കമ്മിക്ക് കാരണം. അടുത്ത ചോദ്യം നോക്കാം. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 358. അപ്പൊ അത്യാഹിതം എന്നാൽ എമർജൻസി ആണ്, അടിയന്തരാവസ്ഥ. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിന്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിനോബ ഭാവെയാണ്. വിനോബ ഭാവെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ എന്നിവയാണ് ഏതിലുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ആരുടെ അഭിപ്രായത്തിനാണ് പരിഗണന നൽകേണ്ടത്? കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായത്തിനാണ് മുൻഗണന അഥവാ പരിഗണന നൽകേണ്ടത്. അടുത്ത ചോദ്യം, പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്? പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മതി. പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. ഓക്കെ. ഈ പൗരത്വം നിയമം മൂലം നിയന്ത്രിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 11 ആണ്. അനുച്ഛേദം 11. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയിലെ നൂതന ആശയങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ D ആണ് ശരിയല്ലാത്തത്. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം പാർലമെന്റിന്റേതാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനും. ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലോ അവതരിപ്പിക്കാം, രാജ്യസഭയിലോ അവതരിപ്പിക്കാം. അടുത്ത ചോദ്യം, അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റ്. അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കാൻ കാരണമായ ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാ? അനുച്ഛേദം 312 ആണ്. അനുച്ഛേദം 312. IAS പരിശീലനം നൽകുന്ന പ്രധാന സ്ഥാപനം ഏതാണ്? മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അടുത്തത്, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 311. ആർട്ടിക്കിൾ 311 ആണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമ ഭേദഗതി 2019 പ്രകാരം 2 വകുപ്പുകൾ ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? 13ഉം 14ഉം ആണ്. 13ഉം 14ഉം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശം അല്ലാത്തത്? വിലപേശാനുള്ള അവകാശമാണ്. വിലപേശാനുള്ള അവകാശം. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഭേദഗതി വരുത്തിയത് 2019 2019 പാർലമെന്റ് പാസാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർക്കുക. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആര്? ഡോക്ടർ TM തോമസ് ഐസക് ആണ് കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഫേസ്ബുക്ക് ഡയറി, കരിയുന്ന കൽപ്പവൃക്ഷം, മരുപ്പച്ചകൾ ഉണ്ടാകുന്നത്, ഫേസ്ബുക്ക് ഡയറി എന്നിവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? CP അച്യുതമേനോൻ ആണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്. CP അച്യുതമേനോൻ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന കൃതി രചിച്ചതും ആര് തന്നെയാണ്? CP അച്യുതമേനോൻ ആണ്.
സംഗീത നൈഷധവുമായി ബന്ധപ്പെട്ടത് TC അച്യുതമേനോനാണ്. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകമാണ് TC അച്യുതമേനോന്റെ സംഗീത നൈഷധം. പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബേസ്ബോൾ, ബോൾ എറിയുന്ന ആളിനെയാണ് പിക്ചർ എന്ന് വിളിക്കുന്നത്. ബോൾ എറിയുന്ന ആളിനെയാണ് എന്ത് വിളിക്കുന്നത്? പിക്ചർ എന്ന് വിളിക്കുന്നത്. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാ നാമം? ഗോവിന്ദ ഗണകനാണ്. ഗോവിന്ദ ഗണകൻ. കോഴിക്കോടൻ എന്നത് ആരുടെ തൂലികാ നാമം? കെ അപ്പുക്കുട്ടൻ നായർ. കെ അപ്പുക്കുട്ടൻ നായർ. മലങ്കാട് ചെറുകാടിൻ്റെതാണ്. മലങ്കാട് ചെറുകാട്. അഭിമന്യു എന്നത് NP രാജശേഖരന്റെ തൂലികാ നാമമാണ്. അടുത്ത ചോദ്യം, ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആര്? ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് അഞ്ജലി ഭഗവത് ആണ്. അഞ്ജലി ഭഗവത്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടി? അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. അമേരിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി റസിയ ഷബ്നമാണ്. റസിയ ഷബ്നം. ആധുനിക ബോക്സിന്റെ പിതാവ് ജെയിംസ് ഫിഗ് ആണ്. ജെയിംസ് ഫിഗ്. കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന സ്ഥലം ഏതാണ്? പെരിനാട്. കൊല്ലം ജില്ലയിലെ പെരിനാട്. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെ? ഹൈദരാബാദിലാണ്. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗേൾ ഗ്യാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗേൾ ഗ്യാങ്. കമ്പ്യൂട്ടറിന്റെ CPU താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? OMR ആണ് ഇൻപുട്ട് ഡിവൈസ്. ടിക്കൽ മാർക്ക് റീഡർ. ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെ? കീബോർഡ്, മൗസ്, സ്കാനർ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, മൈക്രോഫോൺ, ട്രാക്ക് ബോൾ. OCR, OMR, ബാർകോഡ് റീഡർ, MICR ഒക്കെ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പ്രൊജക്ടർ, പ്ലോട്ടർ എന്നിവ. VDU എന്നിവ. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏത്? NIC ആണ്. NIC. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം ടേൺ അറൌണ്ട് ടൈം ആണ്. ടേൺ അറൌണ്ട് ടൈം. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ സെലക്ട് ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡ്. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏത്? ISO 14001 ആണ്. ISO 14001. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത്? സ്റ്റാർഡസ്റ്റ് 1.0. സ്റ്റാർഡസ്റ്റ് 1.0 ബയോ ഇന്ധനം. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ആണ് പിനാക്ക എന്ന ലോഞ്ചർ. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? സോളാർ എനർജി ആണ്. സോളാർ എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി ഈ ചോദ്യ പേപ്പറിലെ മാക്സിമം മെന്റലബിലിറ്റി ഒക്കെയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാത്തിരിക്കുക. ഇതിന് ഞാനൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം റണ്ണിംഗ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോണേ. ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.